ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നേക്കുന്ന ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചൂട് സമയത്തേക്ക് പറ്റിയൊരു ഡ്രിങ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിനയില എടുത്ത് വെച്ചിട്ടുണ്ട്, ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്, നാരങ്ങ പച്ചമുളക് വെച്ചിട്ടുണ്ട്, പൈനാപ്പിളിൻ്റെ ജാമുണ്ട്, പിന്നെ അതുപോലെ ഇഞ്ചി നീരുണ്ട്. ഇതാണ് നമ്മൾ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയില്ല, നല്ല ചൂട് സമയത്തേക്ക് നമുക്കിപ്പോൾ ആവശ്യം ഡ്രിങ്കാണ്. അപ്പോൾ നമ്മൾ ഡ്രിങ്ക്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യമേ ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഹാഫ് ലെമൺ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലെമൺ ഈ ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞെടുക്കുക, നല്ലപോലെ സ്ക്യൂസ് ചെയ്തെടുക്കുക. അതിന് കുരു ഇല്ലെങ്കിൽ വീണാലും കുഴപ്പമില്ല, എടുത്ത് മാറ്റിയാലും ഓക്കെ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. ഓവർ പഞ്ചസാര വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി അതിനകത്ത് ജാം ചേർക്കുന്നുണ്ട്, അതുപോലെ പൈനാപ്പിൾ നമ്മൾ കാരമലൈസ് അതും ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത്രയും വേണ്ടി വരില്ല. ആവശ്യത്തിന് ഷുഗർ ഇടുക. പിന്നെ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ പൈനാപ്പിൾ ജാം ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ജാമും ഇട്ടിട്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഇഞ്ചിയുടെ ജ്യൂസ്. നമുക്ക് നല്ലപോലെ ഇഞ്ചി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് ഇടാം, അല്ലെങ്കിൽ കൊത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, ഇഞ്ചിയുടെ ജ്യൂസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പുതിനയില. എന്നിട്ട് നമുക്കിതിനെ സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഹോൾ ഷുഗർ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് വേണമെങ്കിൽ അത് ഇടാം. അതല്ല ഷുഗർ ഇടാൻ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഹണി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇത്രയും ആക്കിയതിന് ശേഷം നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. സോഡ ഒന്ന് ഒഴിച്ച് ഒരു ഗ്ലാസ് ഒന്ന് നല്ല ടോപ്പ് ചെയ്യേണ്ട, പക്ഷേ ഒരു പകുതി കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം അതുവരെ നമുക്കൊന്ന് ടോപ്പ് ചെയ്ത് നല്ലതുപോലെ സോഡ ഒഴിക്കുക. അപ്പോൾ നമ്മൾ സോഡ ഒഴിക്കുമ്പോഴത്തേനും അടിയിലത്തത് കലകുന്നില്ല, അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് പച്ചമുളക് നെടുകെ കീറിയിട്ട് അതുകൂടെ ഇറക്കി വെച്ചു. എന്നിട്ട് അപ്പോൾ ആ പച്ചമുളകിൻ്റെ എസൻസൊക്കെ പതുക്കെ നമ്മുടെ ഡ്രിങ്കിലേക്ക് വരും. ഇത് നമ്മൾ ഒഴിക്കുന്നത് നിങ്ങൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും തംബ്നെയിലും കണ്ടതുപോലെ പൈനാപ്പിൾ വൈനാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ഫ്രഷ്ലി ഹോം മെയ്ഡ് പൈനാപ്പിൾ വൈൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പൈനാപ്പിൾ വൈൻ ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് സ്റ്റെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടൊന്ന് കുടിക്കുക. അത്രയേ ഉള്ളൂ. ഈ ചൂട് സമയത്ത് ഇപ്പോൾ കേരളത്തിൽ പുറത്തിറങ്ങിയാൽ പൊള്ളിപ്പോവും, അമ്മാതിരി ചൂടാണ്. അപ്പം ആ ചൂടിൽ ഇതാണ് അടിപൊളി ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പൈനാപ്പിൾ സ്പൈസി പൈനാപ്പിൾ വൈൻ പഞ്ച്. ഇതാണ് നിങ്ങൾ നേരത്തെ തംബ്നെയിലും നമ്മുടെ ടൈറ്റിലും കണ്ട സാധനം. ലാസ്റ്റ് കുറച്ച് നമ്മുടെ ജാമെല്ലാം കലങ്ങാതെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് കലക്കിയെടുക്കുക. നമ്മൾ ജേർജ് ചേട്ടൻ പറഞ്ഞാൽ കലക്കിയെടുക്കട്ടെ മോനെ എന്ന് ചോദിക്കുന്നത് ഈ സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ കലക്കിയിട്ട് കുടിക്കുക. അപ്പോൾ നമ്മൾ ഇതേ സെയിം സാധനം നമ്മൾ 6 പേർക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇനി വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഒരു പ്രീമിയം ലുക്ക് ആയിക്കോട്ടെ എന്നെടുത്തിട്ട് നാരങ്ങയൊക്കെ സ്ലൈസ് ചെയ്ത് വട്ടത്തിന് കട്ട് ചെയ്ത് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ്. കുപ്പിയൊന്നും കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, സെയിം ഡ്രിങ്ക് തന്നെയാണ്. നമ്മൾ 6 പേർ കൂടെ വിളിച്ചിട്ട് അവർക്കൂടെ കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം കൂടെ നമുക്ക് കമൻറ്റ്സ് ബോക്സിൽ പറയിപ്പിക്കാം, അവരെ കൂടെ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് വീട്ടിലുണ്ടാക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ഇതേ സെയിം മിക്സിങ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി എല്ലാം താഴത്തേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ വൈനും നമ്മുടെ സോഡയും മാത്രമേ നമ്മൾ ടോപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ കണ്ട അതേ വീഡിയോയിൽ അതേപോലെ തന്നെയാണ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ ചിന്നുവിൻ്റെ കൊളീഗ്സ്, കുറച്ച് ടീച്ചേഴ്സും അവിടുത്തെ PTA പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുമായിട്ടാണ് ഇന്നത്തെ ഈ ഡ്രിങ്ക്. അപ്പോൾ അവരിന്ന് സ്കൂളിൻ്റെ ക്യാൻവാസിന് പോയി, പിള്ളേരെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ അവിടെ വന്നപ്പോൾ നമ്മൾ കൊടുത്തതാണ് അവർക്ക്. അപ്പോൾ എനിക്കത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അവിടെ എക്സ്പ്രഷൻസ് കാണുമ്പോൾ അറിയാം. അപ്പോൾ നമ്മളിത് സെറ്റാക്കി എല്ലാം ഒഴിച്ച് വെച്ചിട്ട് ഇനി ഓരോരുത്തരും ഒന്ന് അവരുടെ ഗ്ലാസ് എടുക്കുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓരോരുത്തർ വന്നിട്ടുണ്ട്. ആശാനോട് ഇനി ആരുണ്ട്? അമ്മ മക്കളുണ്ട്. ഞാൻ വിചാരിച്ചേ പക്കാരിയാണെന്ന്, അതുകൊണ്ടാണ് ഒഴിക്കണ്ടെന്ന് പറഞ്ഞത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അതാ ബോട്ടിൽ മാത്രം അങ്ങനത്തെ സ്വഭാവം ഞാൻ കാണിക്കില്ല. ഒരു കുറച്ച് ഇത്
അവൻ ഇൻഡിപെൻഡന്റ് പൊളിയുടെ ഒരു രക്ഷയില്ല. പനി പിടിച്ചിട്ട് ആശിന് സ്പൂൺ കൊടുക്ക്. ആശയ്ക്കാണ് കറക്റ്റ് കുടിക്കാൻ അറിയാവുന്നത്. ഒറ്റ കഴുതയ്ക്ക് അറിഞ്ഞൂടെ എല്ലാം തൂക്കി ഇളക്കുന്നു. അപ്പൊ അങ്ങനെയല്ല തിന്നേണ്ടത്. മുളകും കടിച്ച് അതും കഴിക്കുന്നു. ആശി നീ നിർത്തടി. അതല്ല